അത്രമേൽ പ്രിയപ്പെട്ട വടക്കൻ്റെ ആ നല്ല തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജു. വീഡിയോയുടെ ആദ്യം കാണുമ്പോൾ തന്നെ ഏകദേശം തെയ്യത്തെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു തെയ്യത്തെ മനസ്സിലാവും. എന്നാലും ഒന്നുകൂടി വടക്കൻ്റെ തെയ്യക്കാവുകളിൽ ഏറെ പ്രാധാന്യത്തോടെ കെട്ടിയടിക്കുന്ന നമ്മുടെ വസൂരിമല തെയ്യത്തെ കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത കൈതച്ചാമണ്ടി തെയ്യം കെട്ടിയാടിയ അതേ കാവിൽ തന്നെയാണ് ഈ ഒരു വസൂരിമല തെയ്യവും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള എരഞ്ഞോളി ചുങ്കം പനക്കാടൻ മലയങ്കാവിലെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തുന്ന ഒന്നല്ല 2 വസൂരിമല തെയ്യത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വസൂരിമല അരങ്ങത്തേക്ക് വന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി അണിയലങ്ങളൊക്കെ വെച്ച് കെട്ടുക ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നായിരിക്കും. മലയ സമുദായമാണ് സാധാരണ വസൂരിമല തെയ്യത്തിൻ്റെ കോലം ധരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ തെയ്യത്തെ പോലെ ഭീമാകരമായിട്ടുള്ള മുടിയൊന്നും തെയ്യത്തിൻ്റെ പുറപ്പാട് സമയത്ത് തെയ്യത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. തലപ്പാളിയും ഓലക്കാതും പട്ടവുമായിട്ട് ചെറിയ രൂപമാണ് നമ്മുടെ വസൂരിമല തെയ്യത്തിന് ഉള്ളത്. ഇനി സാക്ഷാൽ വസൂരിമല ആരാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കഥയറിയാതെ തെയ്യം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു തെയ്യത്തെ കാണുവാണെങ്കിൽ ആ തെയ്യം ആരാണെന്നും എന്താണെന്നും അറിഞ്ഞു കാണണം. തെയ്യത്തിൻ്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂരിലെ ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം അറിയാത്ത ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ വസൂരിമല. ഇനി തെയ്യം ആരാണെന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ചെന്നെത്തുക പുരാണാംശം കലർന്നൊരു കഥയിലേക്കായിരിക്കും. ആദിപരാശക്തിയുടെ ഉഗ്രാവതാരമായ ശ്രീ ഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരികപത്നി മനോദരി പരമശിവനെ തപസ് ചെയ്യുകയും ശ്രീ പാർവതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. തുടർന്ന് പരമശിവൻ തൻ്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകുകയും ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടതെല്ലാം മനുഷ്യർ നൽകുമെന്ന് അരുളി ചെയ്തു. ഇതും പറഞ്ഞ് പരമശിവൻ ഏറെ വൈകാതെ അപ്രത്യക്ഷനായി. അങ്ങനെ മനോദരി തൻ്റെ തപസ് പൂർത്തിയാക്കി തിരിയുമ്പോഴേക്കും കണ്ട കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. സാക്ഷാൽ ഭദ്രകാളി തൻ്റെ ഭർത്താവിൻ്റെ ഛേദിച്ച ശിരസ് കയ്യിലേന്തി വേതാളപ്പുറത്തേറി ശിവഗണങ്ങളോടൊപ്പം വിജയബേരി മുഴക്കി വരുന്ന കാഴ്ച കണ്ട മനോദരിക്ക് തൻ്റെ ദേഷ്യം ഇരട്ടിയായി. ദേഷ്യം കൊണ്ട് വരച്ച മനോദരി രണ്ടാമതൊന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികൾ ഭദ്രകാളിയുടെ മേൽ തെളിച്ചു. അങ്ങനെ ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ച് അവശയാവുകയും ചെയ്തു. ഇതറിഞ്ഞ് ദേഷ്യം കൊണ്ട് വരച്ച പരമശിവൻ തൻ്റെ കണ്ടത്തിലൂടെ ഒരു പുത്രന് ജന്മം നൽകി. അങ്ങനെ പരമശിവൻ്റെ കണ്ടത്തിലൂടെ പിറവിയെടുത്ത് കർണത്തിലൂടെ പുറത്തു വന്ന ഘണ്ഠാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. തൻ്റെ നല്ലച്ഛൻ്റെ ആജ്ഞ ശിരസാവഹിച്ച ഘണ്ഠാകർണൻ വസൂരി ബാധിതയായ ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരി കുരുക്കൾ നക്കിത്തുടച്ച് ഇല്ലാണ്ടാക്കി. എന്നാൽ മുഖത്തെ വസൂരിക്കലകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഘണ്ഠാകർണനെ സഹോദര സ്ഥാനീയനായതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഭദ്രകാളി തടഞ്ഞു. തുടർന്ന് ഘണ്ഠാകർണൻ ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിൽ എത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവളുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി. ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് താക്കീതും നൽകി. പക്ഷേ പിന്നീട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ മനോദരിയോട് അലിവ് തോന്നിയ പരാശക്തി അവൾക്ക് വസൂരിമല എന്ന പേര് നൽകി സന്തത സഹചാരിയായിട്ട് കൂടെ കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നും ചെറുമനുഷ്യർ രോഗശമനത്തിനായിട്ട് ഈ 2 ദേവതമാരെയും ഉപാസിക്കുന്നു. ഭദ്രകാളിയെ പോലെ തന്നെ ഇന്നും വസൂരിമലയ്ക്കും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പീഠവും പൂജയും നൽകി ചെറുമനുഷ്യർ അവരുടെ ദൈവമായിട്ട് ആരാധിച്ചു വരുന്നുണ്ട്.
ഇറങ്ങിയത് കൈ കാലിറങ്ങി